യുഎസുമായുള്ള ആണവ ചർച്ചയ്ക്കിടെ അപ്രതീക്ഷിത മിസൈൽ വർഷവുമായി ഇറാൻ. സൈനികാഭ്യാസത്തിന്റെ ഭാഗമായി ഹോർമുസ് കടലിടുക്കിന്റെ ചില ഭാഗങ്ങൾ മണിക്കൂറുകളോളം അടച്ചിട്ടുവെന്നാണ് പുറത്തുവരുന്ന വിവരം. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് മറുപടിയായിരുന്നു നീക്കമെന്നാണ് സൂചന. ലോകത്തെ ഏറ്റവും ശക്തമായ സൈന്യത്തിന് കിട്ടുന്ന അടി ചിലപ്പോൾ അവരെ തിരിച്ചുവരാൻ സാധിക്കാത്ത വിധം തളർത്തിയേക്കാമെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ മുന്നറിയിപ്പ്. ഇതിനിടെ ജനീവയിൽ നടന്ന ആണവ ചർച്ചകൾ ക്രിയാത്മകമായിരുന്നുവെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ജി വ്യക്തമാക്കി. അജയ് സുധാ ബിജു ചേരുന്നുണ്ട്. അജയ്, ഇത് അസാധാരണമായ സംഭവവികാസങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഘട്ടത്തിൽ വലിയ തോതിലുള്ള സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്ന സാഹചര്യം. മറുവശത്ത് ഇരുവശത്തു നിന്നും ആക്രമണങ്ങൾ അല്ലെങ്കിൽ പ്രകോപനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന പശ്ചാത്തലം. ഇതെങ്ങനെ കാണണം? ഏതെങ്കിലും തരത്തിൽ ഒരു സമാധാനത്തിന് സാധ്യതയുണ്ടോ, അതോ ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ? രഞ്ജിത്ത്, അവിടെ കല്യാണം ഇവിടെ പാലുകാച്ച് എന്ന് പറയുന്നത് പോലെയാണ് ഇറാൻ്റെയും അമേരിക്കയുടെയും പല സമയത്തുള്ള ഒരു സ്ഥിതിഗതികൾ. ഒരേ സമയം തന്നെ ആണവ ചർച്ചകൾ, സമാധാന നീക്കം എന്നുള്ള രീതിയിൽ ചർച്ചകൾ നടക്കുമ്പോഴും മറ്റൊരു തലത്ത് ആക്രമണ ഭീതിയും അതുപോലെ തന്നെ ഭീഷണികളും എല്ലാമായി അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. US-ൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ സ്റ്റീവ് വിറ്റ്കോഫ് ഉൾപ്പെടെയുള്ള പ്രതിനിധികളെ അയച്ചുകൊണ്ട് അവർ ചർച്ചയ്ക്ക് തയ്യാറാകുന്നു. നയതന്ത്രപരമായി കരങ്ങൾ നീട്ടുന്നു. ഒമാന്റെ മധ്യസ്ഥത അംഗീകരിക്കുന്നു. ജനീവയിൽ വെച്ചും അതുപോലെ തന്നെ മറ്റ് എവിടെ വെച്ചുമുള്ള ചർച്ചകൾക്ക് അവർ നീക്കം നടത്തുന്നു. എന്നാൽ ട്രംപ് US-ൽ ഇരുന്നു കൊണ്ട് നിരന്തരമായി ഇറാനെതിരെ ഭീഷണി സ്വരങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ തന്നെ അദ്ദേഹത്തിൽ നിന്ന് വന്ന വളരെ പ്രകോപനപരമായിട്ടുള്ള ഒരു പ്രസ്താവനയായിരുന്നു. ഇറാന്റെ ഈ രണ്ടാം ഘട്ട ചർച്ചകൾ കഴിഞ്ഞ ദിവസം നടന്ന ഈ രണ്ടാം ഘട്ട ആണവ ചർച്ച പരാജയപ്പെട്ടാൽ ഇറാനിലുള്ള ആണവ കേന്ദ്രങ്ങൾ തങ്ങളുടെ B-20 ബോംബറുകൾ ഉപയോഗിച്ച് നശിപ്പിക്കും എന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ട്രംപിന്റെ ഈ പ്രസ്താവന കഴിഞ്ഞ് ഈ രണ്ടാം ഘട്ട ചർച്ചകൾ തുടങ്ങുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു വലിയ ഒരു ഭീഷണി ഉണ്ടായിരിക്കുന്നത്. അവരുടെ ഭാഗത്തു നിന്ന് വലിയൊരു പ്രകോപന സന്ദേശം തന്നെയായിരുന്നു അമേരിക്കയ്ക്ക്. ഹോർമുസ് കടലിടുക്കിലേക്ക് വലിയൊരു സൈനികാഭ്യാസം നടത്തിയായിരുന്നു അവരുടെ ഈ മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. ഇതിന് പിന്നാലെ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള അലി ഖമനയുടെ ഒരു സന്ദേശം കൂടി പുറത്തു വന്നു. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ സേനയ്ക്ക് നൽകുന്ന അടി ചിലപ്പോൾ അവരെ തിരിച്ചെഴുന്നേൽക്കാൻ സാധിക്കാത്ത വിധം തളർത്തിയേക്കാം എന്നായിരുന്നു ഖമനയുടെ പ്രസ്താവന. എന്തായാലും ഹോർമുസ് കടലിടുക്കിലേക്ക് നടത്തിയ ഈ സൈനിക അഭ്യാസത്തെ തുടർന്ന് ഈ കടലിടുക്ക് ഏതാനും മണിക്കൂറുകൾ അടച്ചിടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ 20% നടക്കുന്ന ഒരു കടലിടുക്കാണ്. ഇവിടെയാണ് ഇറാൻ ഇത്തരമൊരു സൈനികാഭ്യാസം നടത്തി US-നെ ഞെട്ടിച്ചിരിക്കുന്നത്. അതായത് വേണ്ടി വന്നാൽ ഞങ്ങൾക്ക് നിങ്ങളെ അടിക്കാനും സാധിക്കും, നിങ്ങളുടെ എണ്ണ കൂടി മുട്ടിക്കാനും സാധിക്കും എന്നുള്ളൊരു ശക്തമായിട്ടുള്ളൊരു നിലപാട് തന്നെയാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. മറുഭാഗത്ത് ചർച്ചകളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ജനീവയിൽ നടന്ന ചർച്ചകൾ ക്രിയാത്മകമായിരുന്നു എന്നാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറഗ്ചി വ്യക്തമാക്കുന്നത്. അദ്ദേഹം പറയുന്നത് ക്രിയാത്മകമായിട്ടുള്ള ചർച്ചകൾ നടന്നു, പൊതുവായിട്ടുള്ള ചില തത്വങ്ങളിൽ ധാരണയായിട്ടുണ്ട്, എന്നാൽ പെട്ടെന്നൊരു കരാറിൽ ഒപ്പിടാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം എടുത്തു സൂചിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് ഈ രണ്ടാം ഘട്ട ചർച്ചകൾ പുരോഗമിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ഘട്ട ചർച്ചകൾ വീണ്ടും ഉണ്ടാകും എന്ന് മധ്യസ്ഥത വഹിച്ച ഒമാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത ഘട്ട ചർച്ചകൾ എവിടെയാകും എന്ന് നിലവിൽ തീരുമാനിച്ചിട്ടില്ല. ഉടൻ അക്കാര്യങ്ങളിൽ ധാരണയാകും എന്നാണ് കരുതുന്നത്. എന്തായാലും ഈ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ പ്രകോപനത്തിന് US-ന്റെ ഭാഗത്തു നിന്നുള്ള മറുപടിയൊന്നും വന്നിട്ടില്ല. എന്തായാലും അവരുടെ മറുപടി ഇനി വാക്കുകളിലൂടെ ആകുമോ, അല്ലെങ്കിൽ മറ്റൊരു യുദ്ധവിമാനം കൂടി ഇറാന്റെ തീരത്ത് നങ്കൂരം ഇടിപ്പിച്ചുകൊണ്ടാകുമോ എന്നുള്ളതെല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. ശരി അജയ്. ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൽ മഞ്ഞുരുകുന്നു. വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയ താരിഖ് റഹ്മാനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. ധാക്കയിൽ നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങിന് പിന്നാലെയാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക ക്ഷണക്കത്ത് കൈമാറിയത്. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കും. അജയ്, ഒരു മഞ്ഞുരുക്കത്തിന്റെ സൂചന തന്നെയാണോ ഇത്? ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം അത് അടുത്ത കുറച്ച് കാലങ്ങളായി ഒരു മോശ സ്ഥിതിയിലൂടെയായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത്. ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ പല സമയത്ത് പല കാര്യങ്ങളിൽ സഹായിച്ച് പരസ്പരം സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയായിരുന്നു. എന്നാൽ അടുത്തിടെ അവിടെ ദീർഘകാലം അധികാരത്തിലിരുന്ന ഷെയ്ഖ് ഹസീനെ പുറത്താക്കിയതിലൂടെ അവിടെ നടന്ന ഒരു വലിയ ജനകീയ വിപ്ലവം, അതിനുശേഷമാണ് കടുത്ത രീതിയിലുള്ള ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ ബംഗ്ലാദേശ്
ബംഗ്ലാദേശിൽ ഉടലെടുത്ത് വരാൻ തുടങ്ങിയത്. അവിടെ പുതുതായി രൂപം കൊണ്ട വിദ്യാർത്ഥി പാർട്ടിയായിട്ടുള്ള നാഷണൽ സിറ്റിസൺ പാർട്ടി ആണെങ്കിലും അതുപോലെ തീവ്ര മതനിലപാടുകൾ സ്വീകരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുമാണെങ്കിലും ഇത്തരം ഒരു ഇന്ത്യ വിരുദ്ധ നിലപാടുകൾക്ക് നേതൃത്വം നൽകിയിരുന്നു. മാത്രമല്ല അവിടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളായിട്ടുള്ള ഹിന്ദുക്കൾക്ക് നേരെ കടുത്ത ആക്രമണങ്ങൾ നടത്തുന്നു. അവരിൽ പലരും കൊല്ലപ്പെടുന്നു. ഇന്ത്യയിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് ഒരു രാഷ്ട്രീയ അഭയം കൊടുത്തതിൽ തന്നെ ബംഗ്ലാദേശിൽ കടുത്ത അതൃപ്തി ഉണ്ടാകുന്നു. ഇന്ത്യക്കെതിരെ പരസ്യ പ്രസ്താവനകളുമായി അവിടെയുള്ള രാഷ്ട്രീയ നേതാക്കളെല്ലാം രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക സുരക്ഷ ബംഗ്ലാദേശിൽ ഏർപ്പെടുത്തി. അവരുടെയുള്ള കുടുംബാംഗങ്ങളെ ഇന്ത്യയിലേക്ക് തിരിച്ചു വിളിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള നിരന്തരമായിട്ടുള്ള പല പ്രശ്നങ്ങൾ ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ ഉണ്ടായി. എന്നാൽ ഇപ്പോൾ അത്തരം പ്രശ്നങ്ങളെല്ലാം മാറ്റിവെച്ച് ഒരു സൗഹൃദത്തിൻ്റെ കൈ തന്നെയാണ് ഇരു രാജ്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ താരിഖ് റഹ്മാൻ്റെ പ്രസ്താവനയാണെങ്കിലും ഇന്ത്യയുമായി സഹകരിച്ച് മുന്നോട്ട് നീങ്ങും എന്നുള്ളൊരു പ്രസ്താവന തന്നെയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. തൻ്റെ രാജ്യത്തുള്ള ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കും എന്ന് പറയുന്നതിനോടൊപ്പം ഇന്ത്യക്ക് ഒരു സൗഹൃദത്തിൻ്റെ കൈയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇന്ത്യയും ഒട്ടും പുറകോട്ട് പോയിട്ടില്ല. ഈ വൻ ഭൂരിപക്ഷത്തോടെ 297-ൽ 209 സീറ്റുകൾ നേടി അധികാരത്തിൽ എത്തിയ BNP പാർട്ടിയുടെ നേതാവായിട്ടുള്ള അവിടുത്തെ പ്രധാനമന്ത്രിയായി നിലവിൽ സ്ഥാനമേറ്റിട്ടുള്ള താരിഖ് റഹ്മാനെ അഭിനന്ദിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ഒരു കത്ത് അയച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് പങ്കെടുത്ത നമ്മുടെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ കയ്യിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കത്ത് കൊടുത്തയച്ചത്. ഇതിൽ നരേന്ദ്രമോദി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, പുതിയ സർക്കാരിന് എല്ലാവിധ ആശംസയും നേരുന്നു. അയൽ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിൻ്റെ പുരോഗതിക്ക് ഇന്ത്യ എന്നും കൂടെയുണ്ടാകും. ജനാധിപത്യപരമായും അതുപോലെ തന്നെ ജനാധിപത്യപരമായ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കാനുള്ള ബംഗ്ലാദേശിൻ്റെ ശ്രമങ്ങൾക്ക് ഇന്ത്യ എന്നും പിന്തുണ നൽകും എന്നുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല താരിഖ് റഹ്മാനെ ഇന്ത്യയിലേക്ക് സ്വാഗതം കൂടി ചെയ്യുന്നുണ്ട് നരേന്ദ്രമോദി. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സൗഹൃദം തന്നെയാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉടലെടുക്കാനായിട്ടുള്ള സൂചനകൾ നിലവിൽ കണ്ടു തുടങ്ങിയിരിക്കുന്നത്. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവച്ചു.